1 തിമോഥെയോസ് അധ്യായം 2. എല്ലാവർക്കു വേണ്ടിയും തികഞ്ഞ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ സമാധാനവും ശാന്തതയുമുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും എല്ലാ അധികാരസ്ഥന്മാർക്കും വേണ്ടിയും അപേക്ഷകളും പ്രാർത്ഥനകളും മധ്യസ്ഥതയും സ്തോത്രവും അർപ്പിക്കണമെന്ന് ഞാൻ എല്ലാറ്റിനു മുമ്പേ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് നല്ലതും നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യവുമാണ്. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവം ഏകൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഏകൻ മാത്രം. എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പ് വിലയായി സ്വയം അർപ്പിച്ച മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഈ സാക്ഷ്യം തക്ക സമയത്ത് നൽകപ്പെട്ടു. ഇത് അറിയിക്കുന്നതിനായി എന്നെ പ്രസംഗകനായും അപ്പോസ്തലനായും വിജാതിയർക്ക് വിശ്വാസത്തിലും സത്യത്തിലും പ്രബോധകനായും നിയോഗിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് സത്യമാണ്, വ്യാജമല്ല. അതുകൊണ്ട് കോപവും വാഗ്വാദവും വെടിഞ്ഞ് പുരുഷന്മാർ എല്ലായിടത്തും വിശുദ്ധകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സ്ത്രീകളും ശാലീനതയോടും വിവേകത്തോടും കൂടെ ഉചിതമായി വസ്ത്രധാരണം ചെയ്യണം. പിന്നിയ മുടി, സ്വർണം, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് യോഗ്യമായ വിധം സൽപ്രവർത്തികളെ കൊണ്ട് അവർ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടതാകുന്നു. സ്ത്രീ ശാന്തതയോടെ ഇരുന്ന് പൂർണ്ണ വിധേയത്വത്തോടെ പഠിക്കട്ടെ. ശാന്തമായി ഇരിപ്പാനല്ലാതെ പഠിപ്പിക്കുന്നതിനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുന്നതിനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. വഞ്ചിക്കപ്പെട്ടത് ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിതയായി ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ സ്ത്രീകൾ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും സംയമശീലത്തോടെ തുടരുന്നുവെങ്കിൽ മക്കൾക്ക് ജന്മം നൽകുന്നതിൽ സംരക്ഷിക്കപ്പെടും.